ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സ്ലോ ഈവനിങ് ആണേ. സ്ലോ ഈവനിങ് വീഡിയോ എന്ന് പറയാൻ കാര്യം ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം ഇന്ന് അച്ഛന് നൈറ്റ് ഡ്യൂട്ടിയാണ്, അച്ഛൻ കിടന്ന് ഉറങ്ങുവാണ്. ഇപ്പം ഞാനും കുഞ്ഞും മാത്രമാണ് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പം പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാഞ്ഞതുകൊണ്ടാണ് ഞാനങ്ങനെ സ്ലോ ഈവനിങ് എന്ന് പറഞ്ഞത്. നല്ല വെയിലുള്ള നല്ലൊരു ദിവസമാണ്. അയർലൻഡിൽ ഇതുപോലെ നല്ല വെതർ കിട്ടുക എന്ന് പറയുന്നത് നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിട്ടാണ് എല്ലാവരും കണക്കാക്കുക. ലോണിലെ പുല്ലൊക്കെ നല്ലതായിട്ട് വെട്ടിയിട്ടുള്ളത് കൊണ്ട് നമുക്കിതിൽ നടക്കാനും കുഞ്ഞിൻ്റെ വണ്ടി പുഷ് ചെയ്ത് പോകാനൊക്കെ നല്ല എളുപ്പമാണ്. അപ്പം ഞാൻ വിചാരിച്ചു കുറേ നാളായാലേ മുറ്റത്തൂടെ നടക്കണം, ഈ ലോണിൽ കൂടെ ഒക്കെ ഒന്ന് കുറച്ച് അവനെ കൊണ്ട് നടക്കാമെന്നും. കാരണം ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ അധികം വരാറില്ല, മുറ്റത്ത് തന്നെയായിരുന്നു മിക്കപ്പോഴും നമ്മൾ ഇരിക്കുകയൊക്കെ ചെയ്യും. ഞാനെപ്പോഴും കുഞ്ഞുമായിട്ടുള്ള ഇതുപോലുള്ള മൊമെൻറ്റ്സൊക്കെ വീഡിയോ എടുത്ത് സേവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു സൈഡിൽ ട്രൈപോഡ് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് വരുവാണേ. അപ്പം ഞാൻ ആലോചിച്ചത് ശരിക്കുമുള്ള ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സൊക്കെ അപ്പോൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത്. ഞാൻ ഇൻഫ്ലുവൻസറാണെന്നല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞാൽ ഈ എന്താ പറയുക, അതുപോലെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ട് സ്റ്റാൻഡ് വെച്ചിട്ട് അവർ എവിടെയാണ് വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കണേ അവിടെ വരെ നടന്നു പോയിട്ട് പിന്നെ തിരിച്ച് സ്റ്റാൻഡ് വെച്ചിരിക്കുന്നിടത്ത് നടന്നു വരികയൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ. എന്തായാലും ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ്. കുഞ്ഞെന്നെ തിരിഞ്ഞു നോക്കൂട്ടോ, ഈ അമ്മ എന്തേ കാണിക്കണേന്ന്. ഞങ്ങളുടെ ഈ വീടിൻ്റെ പുറകിൽ എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു സൈഡിൽ 2 വലിയ മരം ഉണ്ടായിരുന്നു കേട്ടോ. ഈ മരം ഒരുപാട് വലുതായി കഴിഞ്ഞപ്പം ഈ കാറ്റൊക്കെ അടിക്കുമ്പോൾ സ്റ്റോമൊക്കെ വരുവാണെങ്കിൽ അത് നിന്ന് ആടും. എപ്പോൾ വേണമെങ്കിലും മറിഞ്ഞ് വീഴാവുന്ന പരുവായതുകൊണ്ട് അത് വെട്ടിക്കളഞ്ഞു. പക്ഷേ എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു അത് വെട്ടിക്കളഞ്ഞു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ക്രിസ്മസ് അല്ല, നമ്മുടെ സ്നോ ടൈമൊക്കെ ആകുമ്പോഴത്തേനും ഈ മരത്തിൻ്റെ മുകളിൽ തൊട്ട് താഴെ വരെ ഉള്ള ശിഖരങ്ങളിൽ ഫുള്ള് നന്നായിട്ട് സ്നോ ഇങ്ങനെ തങ്ങി നിൽക്കും. അത് ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു കാണാൻ. ഞാൻ ആ സമയമാകുമ്പോഴത്തേനും പ്രത്യേകിച്ച് വെളിയിൽ വന്ന് ഈ മരത്തിൻ്റെ ചുവട്ടിൽ വന്ന് നിൽക്കുക, എന്നിട്ട് കൈ എത്തുന്നിടത്തുനിന്ന് ഇലകളൊക്കെ ഒന്ന് ഇളക്കുമ്പോൾ ആ സ്നോ ഒക്കെ താഴേക്ക് ഇങ്ങനെ പൊഴിഞ്ഞ് വീഴുന്ന കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. പിന്നെ ഫോട്ടോയ്ക്കൊക്കെ ആണെങ്കിൽ നല്ല രസമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വെട്ടാതിരിക്കാൻ പറ്റുമല്ലോ, സേഫ്റ്റി ആണല്ലോ ആദ്യം നോക്കേണ്ടത്. ഞാനിപ്പോഴേ എൻ്റെ മെറ്റേണിറ്റി ലീവിൻ്റെ സമയത്ത് നാട്ടിൽ പോയി നിന്നത് ആലോചിക്കുമായിരുന്നു. നല്ല രസമായിരുന്നു. ഈ ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോഴേക്കും അപ്പുറത്തെ വീട്ടിൽ നിന്നുള്ള കുട്ടികൾ, ഇപ്പുറത്തെ വീട്ടിൽ നിന്നുള്ള ചേച്ചിമാർ, അങ്ങനെ ആരെങ്കിലുമൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാവും. അല്ലെങ്കിൽ നമ്മളുടെ കസിൻസ് വരും. അപ്പം നല്ല രസമായിരുന്നു ആ ഒരു ടൈം എന്ന് പറയുന്നത്. എങ്ങനെ ഈവനിങ് ഒക്കെ എപ്പോൾ തീർന്നെന്ന് ചോദിച്ചാൽ മതി. ഇപ്പം പക്ഷേ ഉണ്ടല്ലോ, ഇഷ്ടംപോലെ സമയമാണ്. ഇവിടെ ഇപ്പം നമ്മുടെ നാട്ടിലെ കൂട്ട് അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരൊന്നും നമ്മളുടെ അടുത്തേക്ക് അങ്ങനെ വരില്ലല്ലോ. എല്ലാവർക്കും അവരുടേതായ പ്രൈവസിയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനം. പിന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ട് നടക്കാൻ പോകുമ്പം എന്താ പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണുമ്പോൾ ഒക്കെ ഒന്ന് സംസാരിക്കും. ഞാനിപ്പോൾ അങ്ങോട്ട് നോക്കുമായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് കുട്ടികൾ കളിക്കാൻ വേണ്ടി അപ്പുറത്തെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അത് അവരുടെ കസിൻസിൻ്റെ തന്നെ വീടാണ്. ഇവിടെ മിക്ക ആൾക്കാരും ചെയ്യുന്നത് ഇവിടെ അടുത്തുള്ള പാർക്കുകളിലൊക്കെ പോകുക എന്നുള്ളതാണ്. ഇപ്പം ഈവനിങ് വാക്കിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ കുഞ്ഞു കുട്ടികളെ സ്ട്രോളറിൽ വെച്ചിട്ടൊക്കെ പോകാറുണ്ട്. അതേപോലെ തന്നെ പാർക്കിലൊക്കെ കൊണ്ടുപോകും. അതാകുമ്പോൾ അവിടെ വേറെ കുട്ടികളും ഉണ്ടാവും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയും സംസാരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ദിവസമായിരുന്നു ഇവിടുത്തെ ലോണൊക്കെ ഒന്ന് വെട്ടിയത്. അപ്പം അതിൻ്റേതായിട്ടുള്ള എന്താ പറയുന്നത് പൊടികളെല്ലാം അവിടെ കിടപ്പുണ്ട്. ബാക്കി വന്ന പുല്ലും എല്ലാം എൻ്റെ മേത്ത് ഒട്ടിപ്പിടിച്ചു. അത്രയും ഞാൻ ഓർത്തില്ല. ഞാനിവിടെ അയർലൻഡിൽ വന്ന സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു സമ്മർ ടൈം ആകുമ്പോഴത്തേനും ഇവിടെ ഉള്ളവർക്കും ഞങ്ങളെപ്പോലെ തന്നെ ഭയങ്കര സന്തോഷമായിരിക്കുമെന്ന്. പക്ഷേ 2 രീതിയിലുള്ള ആൾക്കാരുണ്ടെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. കാരണം എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന 2 സ്റ്റാഫ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. എന്നിട്ട് അവർ എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് സമ്മർ ഇഷ്ടമാണോ? ഞാൻ പറഞ്ഞു, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം ഒരാൾ പറഞ്ഞു അയാൾക്ക് സമ്മർ ഭയങ്കര ഇഷ്ടമാണ്, വെളിയിൽ പോകാൻ, ആൾ കൂടുതലും ബീച്ചിലേക്ക് പോകാനാണ് താല്പര്യപ്പെടാറ്, അങ്ങനെയൊക്കെ. അപ്പം കേട്ടോണ്ടിരുന്ന മറ്റൊരാൾ പറയുകയാണ്,
ഓ എനിക്ക് സമ്മർ ഒട്ടും ഇഷ്ടമല്ല. ഭയങ്കര ലൗഡാണ്, എല്ലായിടത്തും സൗണ്ടാണ്, എവ്രിവെയർ, എല്ലായിടത്തും ആൾക്കാരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഭയങ്കര പരാതികളൊക്കെ. ഈ പറയുന്ന ആൾക്ക് വിൻ്റർ ആണത്ര ഇഷ്ടം. ഞാൻ ചോദിച്ചു അതെന്താ, എനിക്ക് ഭയങ്കര കൗതുകമായിപ്പോയി. വിൻ്ററോ, ഒന്നാമത് മൂടിയിരിക്കുന്ന സമയം. അപ്പോൾ ഞാൻ ചോദിച്ചെന്നാൽ അതെന്താ അങ്ങനെ ഇഷ്ടമെന്ന്. അപ്പോൾ പറയാം വിൻ്റർ ആകുമ്പോഴത്തേന് ഭയങ്കര കാം ആൻഡ് റിലാക്സിങ് ഫീലിംഗ് ആണ്. നമുക്കിതിൻ്റെ താഴെ നമുക്കൊരു ഫെയറി ഹൗസ് ഉണ്ടാക്കും, ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട്. ഓക്കെ ഓക്കെ. എന്താണ് എന്താണ് ഏ ആ ഈ മരത്തിൻ്റെ താഴെ. ഓക്കെ. സ്പ്രിങ് ടൈമിൽ ഇവിടെ കുറേ ആൾക്കാർ ഫെയറി ഹൗസസ് ഉണ്ടാക്കണം കണ്ടിട്ടുണ്ട് കേട്ടോ. അവരതിന് മുന്നേ തന്നെ എന്താ പറയുന്നത്, ഫെയറി ഹൗസിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു വയ്ക്കാറുണ്ട്. എന്നിട്ട് ആ ടൈം ആകുമ്പോഴത്തേനും ഉണ്ടാക്കും. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് സ്റ്റോറീസൊക്കെ ഉണ്ടാക്കുക, കുട്ടികളെ അത് കാണിച്ചു കൊടുക്കുക, കുട്ടികളെ അത് ഉണ്ടാക്കാൻ വേണ്ടി എൻകറേജ് ചെയ്യുക, അങ്ങനെയൊക്കെ. അപ്പം എനിക്കും ഒരാഗ്രഹം നോക്കാം. എപ്പോഴും ഉണ്ടല്ലോ ഞാനിങ്ങനെ വിചാരിക്കുക, പുതിയതായിട്ടുണ്ടായി വരുന്ന എല്ലാ എന്താ പറയുന്നത്, ജന്തുക്കളാണെങ്കിലും ചെടികളാണെങ്കിലും പുതിയതായിട്ട് വരുന്ന ഒരു ന്യൂ ലൈഫ് കാണാൻ എപ്പോഴും നല്ല ഭംഗിയല്ലേ. ഇത് കണ്ടോ, ഇത് ഞാനിങ്ങനെ നോക്കുമായിരുന്നേ. അപ്പോൾ ഈ പുതിയതായിട്ട് അടുത്തിപ്പോൾ ഞാനിപ്പോൾ അടുത്ത് കൊണ്ടിരുന്നതുകൊണ്ടാണ് ഇത്രയും വലുതായിട്ട് കാണുന്നത്. ഈ ചെറിയ ചെടിയൊക്കെ കണ്ടോ, ആദ്യം ഒരു റെഡ്, ഒരു മെറൂൺ കളറൊക്കെ വന്നിട്ട് പിന്നെ അത് ഒരു ബർഗണ്ടി കളർ, പിന്നെയാണ് അത് വലുതായി കഴിയുമ്പോഴത്തേനും അതിൻ്റെ കളറ് മാറി ഗ്രീൻ കളറാവുന്നത്. തൊട്ടടുത്ത് കണ്ടോ വേറൊരു ബഞ്ചിരിക്കുന്നത്, ഒരു എന്താ പറയുന്നത്, എനിക്ക് തോന്നുന്നത് എനിക്ക് ഇങ്ങനെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇതൊക്കെ വീടാണ്. നമ്മളെ ഈ എന്താ പറയുന്നത്, പായൽ കയറിയ പോലെ ഇങ്ങനെ വന്നിട്ട്, ഇത് വെയിലാകുമ്പോഴത്തേന് ഇതെല്ലാം പോവും. ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ, ഇതിൻ്റെ അടിയിലെല്ലാം കുറേ പൂക്കൾ, കുഞ്ഞു 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 കുഞ്ഞി പൂക്കളുണ്ടായിട്ടുണ്ട്. ലേസി ഡെയ്സീസ് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് മുറ്റത്ത്. ഇതൊക്കെ ഒരു തരം മരുന്ന് ഒഴിച്ചിട്ട് ഇതെല്ലാം കളയും, ഇതെല്ലാം ചത്തുപോകും. പക്ഷേ ഞാൻ ഇത് മണ്ണൊഴിക്കുന്നതിനും എന്താ പറയുക, ഈ മരുന്നൊഴിക്കുന്നതിന് മുന്നേ ഞാനിങ്ങനെ വന്ന് വീഡിയോ എടുക്കുക. അതിന് നോക്കി എന്ത് രസമാണെന്ന് നോക്ക്, ഒരു കുട്ടി മരം പോലെ. എന്നിട്ട് അതിന് മേളിൽ കായ്ച്ച് നിൽക്കുന്ന കായ്കൾ, തൊട്ടടുത്ത് വേറെ 2 ചെടികൾ, ഇതൊക്കെ നട്ട് പിടിപ്പിച്ച പോലെ ഇല്ലേ, വേറൊരു ലോകമാണ് ശരിക്കും പറഞ്ഞാൽ. എന്ത് ബ്യൂട്ടിഫുള്ളാന്ന് നോക്കി. ഇത് കണ്ടോ, ഇത് ലേസി ഡേയ്സീസ് ഇങ്ങനെ ഉണ്ടായി. എന്താ പറയുന്നത്, രാവിലെ അവർ ബാക്ക് സൈഡിലേക്ക് മീൻസ് അല്ല, പുറകിലോട്ടായിരുന്നു അവർ തിരിഞ്ഞിരുന്നത്. അപ്പം സൂര്യൻ അസ്തമിക്കുന്ന അനുസരിച്ച് സൂര്യൻ എങ്ങോട്ടാണോ അങ്ങോട്ട് നോക്കി അവർ നിൽക്കുകയാണ്. അപ്പം എന്ത് രസമാണെന്ന് നോക്കുക. നാളെ ചിലപ്പോൾ ഇവരെ കാണുമോ എനിക്കറിയില്ല, പക്ഷെ എന്ത് ഭംഗിയായിട്ടാണ് ദൈവം ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുമായിരിക്കും എനിക്ക് വട്ടാന്ന്, പക്ഷെ നമ്മൾ ഇങ്ങനെ ഒന്ന് ഈ ഒരു ലോകത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ത് രസമാണ് നോക്കുക. വാ, നാളെയോ മറ്റന്നാളെയോ അല്ലെങ്കിൽ ഈ വരുന്ന അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇത് വീടൊഴിച്ച് പിന്നെ ഇത് മരുന്നൊഴിച്ച് ഇതെല്ലാം പോവും. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഓർത്ത് ഇവരെയൊക്കെ ഒന്ന് വീഡിയോയിലാക്കി എൻ്റെ ഓർമ്മയിൽ ഇവരെയൊക്കെ കൊണ്ടുവരാലോ എന്ന്. ഈ ഒരു പൂ കാണുമ്പം എനിക്ക് എപ്പോഴും നമ്മുടെ നാട്ടിലെ ജമന്തിയൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത്. അതുപോലെയൊക്കെ ഇല്ലേ, ഇതിപ്പം ഇവർ ഒറ്റയ്ക്ക് നിൽക്കുന്നൊരു പൂവാണ്. ഇത് ശരിക്കും ഡാൻഡലിയൻ ഫ്ലവേഴ്സ് ആണ്. ഇത് വെച്ചിട്ട് ഓയിൽ ഉണ്ടാക്കും. ജോയിൻറ്റ് പെയിൻസിനും മസിൽ പെയിനൊക്കെ നല്ലതാണ് ആ ഓയിൽ എന്നാണ് പറയുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പം കാണാൻ ഭംഗിയുള്ളതുപോലെ തന്നെ ഔഷധ ഗുണമുള്ള പൂവാണ് ഡാൻഡലിയൻസ് എന്ന് പറയുന്നത്. ഇതാണ് ഡാൻഡലിയൻ പൂവിൻ്റെ ചെടി. ഇതിൻ്റെ നടുഭാഗത്ത് ഒരു സ്റ്റെം പോലെ വന്നിട്ട് അതിൻ്റെ അറ്റത്തായിട്ടാണ് പൂവുണ്ടാവുക. ഇത് കണ്ടോ, നമ്മളിപ്പം ഈ ലേസി ഡേയ്സി എന്ന് പറയുന്ന ഈ വൈറ്റ് ഫ്ലവർ ഇല്ലേ, അവർ വാടി തീരാറായി അവർ പോകുമ്പോഴത്തേനും അവർ നല്ലൊരു ഭംഗിയുള്ളൊരു കളറും കൂടെ നമുക്ക് കാഴ്ച വെച്ചിട്ടാണ് അവർ പോണത്. കണ്ടില്ലേ, ഒരു പിങ്കിഷ് കളറിലേക്ക് അവർ മാറിയിട്ടാണ് പിന്നെ അതിൻ്റെ ഇതളുകളെല്ലാം പൊഴിഞ്ഞു പോകണത്. എന്തായാലേ, നമ്മളൊന്നും ശ്രദ്ധിക്കാതെ പെട്ടെന്ന് ഇതൊക്കെ വലിച്ചു പറിച്ച് ദൂരെ കളയും, ഇതെല്ലാം കാട് കയറുമെന്നും പറഞ്ഞു. പക്ഷെ ഓരോന്ന് നോക്കുമ്പം അതിൻ്റെ ഭംഗി കണ്ടോ. ശ്രദ്ധിക്കുന്നത് എന്തോരം ചെറിയ ചെറിയ ചെടികളാണ് മുറ്റത്തുള്ളതെന്ന്. കാര്യം ഇവരെയൊക്കെ നമുക്ക് പറിച്ച് കളയാനുള്ളതാണെങ്കിലും ഓരോന്നിൻ്റെ അടുത്ത് നിന്ന് നോക്കിയപ്പോഴാണ് എന്താ പറയുന്നത്, അതിൻ്റെ സൗന്ദര്യം തിരിച്ചറിയുന്നത്. ഇത് കണ്ടോ, ഞങ്ങൾ മുറ്റത്തൊരു കാറ്റാടി കഴിഞ്ഞ ദിവസം മേടിച്ചിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ
ഇത് നോക്കിയിട്ടാണ് എത്ര കാറ്റുണ്ടെന്നുള്ളത് നോക്കുന്നത്. നന്നായിട്ട് കാറ്റുണ്ടെങ്കിൽ ഇത് നിൽക്കാതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള സമയത്ത് ഞാൻ അകത്ത് കയറിപ്പോവും. അല്ലെങ്കിൽ എന്താ പറയുക, ഇത് നോക്കിയിട്ടാണ് ഞാൻ വെളിയിൽ ഇറങ്ങണേ കുഞ്ഞിനെയും കൊണ്ട്. ഒത്തിരി കാറ്റാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും അവന് ജലദോഷം പിടിക്കും. ഈ ഒരു പൂവുണ്ടല്ലോ, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഹയസിന്ത് എന്നാണ് ഈ ഒരു ഫ്ലവറിൻ്റെ പേര്. ഭയങ്കര നല്ല മണമാണ് ഈ ഫ്ലവറിന്. ഇത് ബ്ലൂമായി വരുന്ന ആ ഒരു ടൈം തൊട്ട് ഇത് പൊഴിഞ്ഞു പോകുന്നോടം വരെ ഇതിന് ആ ഒരു മണം ഉണ്ടാവും. നമ്മളുടെ നാട്ടിലുള്ള നന്നായിട്ട് ഇങ്ങനെ ബഞ്ചായിട്ട് കുലച്ചല്ല പൂത്ത് നിൽക്കുന്ന മുല്ലപ്പൂ ഉണ്ടാവുമല്ലോ, അതേപോലത്തെ നല്ല മണമാണ് ഈ ഒരു ഫ്ലവറിന്. 2-3 മുട്ടും കൂടെ വിരിയാനുണ്ട്. അപ്പോൾ ഞാനങ്ങനെ ബാക്കി വിരിയാനുള്ളത് നോക്കിയിട്ടാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. നമ്മൾ റൂമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റൂമിൽ ഫുള്ള് നല്ലൊരു മണമായിരിക്കും. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഹോം സ്റ്റോർ അല്ല, B&Q എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നാണ്. അവിടെ ചെടികളും പൂക്കളുള്ള ചെടികളും ഇല്ലാത്തതും ഇൻഡോറും ഔട്ട്ഡോറും ആയിട്ടുള്ള ചെടികളൊക്കെ ഇഷ്ടം പോലെ. നമ്മൾ ഇതിനെ നന്നായിട്ട് നോക്കുകയെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും ഈ ഒരു സമയമാകുമ്പോഴത്തേനും, അതായത് മാർച്ച് തൊട്ട് ഏപ്രിൽ മെയ് വരെയൊക്കെ ഇത് ഇങ്ങനെ പൂക്കളുണ്ടാവും. ഇത് കണ്ടോ, ഇതെനിക്കിഷ്ടമുള്ള വേറൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേര് ക്രിസ്മസ് കാക്ടസ് എന്നാണ്. ഇതിന് ഒത്തിരി വെള്ളമൊന്നും വേണ്ട, നമുക്ക് വീടിൻ്റെ അകത്ത് തന്നെ വെക്കാം. പൂ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. ഇത് കുറേ പൊഴിഞ്ഞു പോയിട്ടോ, ഉണ്ടാകുമ്പോൾ നല്ല തിക്കായിട്ടുണ്ടാവും. നല്ല രസമാണ് കാണാനായിട്ട്. കുറച്ച് വെയിലൊക്കെ കിട്ടിയാൽ മതി. വൈകുന്നേരം 4 മണിയായില്ലേ, നമുക്ക് പയ്യെ എന്തെങ്കിലും 4 മണിക്ക് കഴിക്കാനുള്ളത് എന്തെങ്കിലും ഉണ്ടാക്കാവേ. ഞാനിന്ന് നമുക്ക് ഒരു കാര്യം ചെയ്യാം, ബ്രെഡ് മുട്ടയും പാലും കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ടുണ്ടാക്കാം. പണ്ട് തൊട്ടേ 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ഇഷ്ടമുള്ള സാധനമാണ് ബ്രെഡ് ടോസ്റ്റ്. നമ്മൾ നല്ല മുട്ടയും പാലും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ചില ആൾക്കാർക്ക് ബ്രൗൺ ബ്രെഡിലാണ് ഇതുണ്ടാക്കാൻ ഇഷ്ടം, അല്ലെങ്കിൽ വീറ്റ് ബ്രെഡിലൊക്കെ. എനിക്ക് വൈറ്റ് ബ്രെഡിൽ ഉണ്ടാക്കാനാണ് ഇഷ്ടം. എന്നാലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നണേ. അറിയില്ല, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. വീട്ടിലായിരുന്നെങ്കിലേ ഞാനിപ്പോൾ ആലോചിക്കുമായിരുന്നു, അമ്മയെ ചായ എന്താ കഴിക്കാളേ എന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പം നമ്മൾ തന്നെയെല്ലാം ഉണ്ടാക്കണമല്ലോ, ഇങ്ങനെയാണല്ലോ ലൈഫ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരേക്കും ബൈ ബൈ.